നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 7 വർഷം മുമ്പ് ഏറെ മോഹിച്ചു തുടങ്ങിയ പ്രണയ വിവാഹത്തിന് ചോരയിറ്റുന്ന അന്ത്യം. തൃശൂർ ആനക്കല്ലിൽ 30-കാരിയായ ഉണ്ണിമായെ ഭർത്താവ് ശിവപ്രസാദ് കിടപ്പുമുറിയിൽ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവം നാടിനെ നടുക്കിയിരിക്കുകയാണ്. കൊലപാതകത്തിന് ശേഷം താഴെ എത്തി ഞാൻ അവളെ കൊന്നു എന്ന് സ്വന്തം അമ്മയോട് വിളിച്ചു പറഞ്ഞ ശേഷമാണ് ശിവപ്രസാദ് സ്ഥലം വിട്ടത്. സംശയരോഗം തലയ്ക്കു പിടിച്ച ഭർത്താവിന്റെ ക്രൂരതയിൽ തകർന്നത് ഉണ്ണിമായയുടെ ജീവൻ പൊരിഞ്ഞു. പ്രണയിച്ചു വിവാഹിതരാണെങ്കിലും ശിവപ്രസാദിന്റെ സംശയരോഗം ദാമ്പത്യത്തിൽ കരിനിഴൽ വീഴ്ത്തിയിരുന്നു. ഉണ്ണിമായയുടെ ഫോൺ ഇയാൾ സ്ഥിരമായി പരിശോധിക്കുമായിരുന്നു. ഇടയ്ക്കിടെ ഫോണ് പിടിച്ചു വാങ്ങുന്നതും പതിവായിരുന്നു. 6 മാസം മുൻപും സമാനമായ രീതിയിൽ ഉണ്ണിമായയെ ഇയാൾ കഴുത്തുതിരിച്ചിരുന്നു. അന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നെങ്കിലും പിന്നീട് ഇവർ ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു. എന്നാൽ ഉണ്ണിമായയുടെ ഓരോ നീക്കത്തെയും സംശയത്തോടുകൂടി നോക്കിക്കണ്ട ശിവപ്രസാദ് ഒടുവിൽ അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 8:30യോടുകൂടിയാണ് നാടിനെ നടുക്കിയ സംഭവം പുറം ലോകം അറിയുന്നത്. ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെ ആണ് വഴക്കായത് എന്നാണ് മനസ്സിലാകുന്നത്. വഴക്കായതിനു ശേഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഉണ്ണിമായയെ കൊന്ന വിവരം അമ്മയോട് പറഞ്ഞ ശേഷം ശിവപ്രസാദ് വീട് വിട്ട് ഇറങ്ങി. നിലവിളി കേട്ടെത്തിയ കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ ഇയാൾ തടഞ്ഞതായും വിവരമുണ്ട്. പിന്നീട് അയ്യന്തോളിൽ വെച്ച് ഇയാളെ പോലീസ് പിടികൂടിയതായാണ് സൂചന. തൃശൂർ മാർക്കറ്റിലെ തൊഴിലാളിയാണ് ശിവപ്രസാദ്. വിഷുവിനും വീട്ടിൽ വന്നിരുന്നു. ഇത്രയും ക്രൂരത ഇവന്റെ മനസ്സിലുണ്ടെന്ന് കരുതിയില്ല എന്ന് വിങ്ങി പൊട്ടിക്കൊണ്ട് ഉണ്ണിമായയുടെ അച്ഛൻ ജയൻ പറയുന്നു. കുറച്ചു ദിവസങ്ങളായി 3.5 വയസ്സുകാരിയായ മകൾ നൈറ ഉണ്ണിമായയുടെ വീട്ടിലായിരുന്നു. മകൾ അരികിലില്ലാത്ത സമയത്താണ് ശിവപ്രസാദ് ഈ ക്രൂരത നടത്തിയിരിക്കുന്നത്. കഴുത്തിൽ തുണി ഉപയോഗിച്ച് മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശിവപ്രസാദിന്റെയും ഉണ്ണിമായയുടെയും പ്രണയ വിവാഹമായിരുന്നു. കുറച്ചു നാളായി ശിവപ്രസാദിന് സംശയരോഗം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. വിഷുവിന് ഇരുവരും വീട്ടിൽ വന്നിരുന്നു. ഇത്രയും ക്രൂരമായ ചിന്ത മനസ്സിലുണ്ടായിരുന്നുവെന്ന് അന്ന് ഒരിക്കലും തോന്നിയില്ല എന്നാണ് ഉണ്ണിമായയുടെ അച്ഛൻ പറയുന്നത്. വെങ്ങിണിശ്ശേരി ശങ്കരമംഗലം ക്ഷേത്ര റോഡിൽ തോട്ടയത്ത് ജയന്റെയും ഗീതയുടെ മകളാണ് ഉണ്ണിമായ. തൃശൂർ MTIയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ നേടിയ ശേഷം തൃശൂർ പുത്തൻപള്ളിക്ക് സമീപം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. 6 മാസം മുമ്പ് കഴുത്തുനെരിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നിരുന്നു. ശേഷം സ്നേഹത്തിലാകും. ശിവരാത്രി ആഘോഷത്തിന് ആനക്കല്ലിലെ വീട്ടിൽ യുവതിയുടെ മാതാപിതാക്കൾ പോയിരുന്നു. വിഷുവിന് യുവതിയുടെ വീട്ടിലും ഇവർ വന്നിരുന്നു. ശിവപ്രസാദ് ഇടയ്ക്കിടെ മൊബൈൽ പരിശോധിക്കും. കുറച്ചുനാൾ ശിവപ്രസാദ് ഉണ്ണിമായുടെ മൊബൈൽ വാങ്ങിവെച്ചിരുന്നു. അതിനാൽ അമ്മയുടെ മൊബൈലാണ് ഉപയോഗിച്ചിരുന്നത്. തൃശൂർ പൂങ്കുന്നത്തെ എയർ കണ്ടീഷൻ സർവീസ് സെന്ററിൽ 1 മാസം മുമ്പാണ് ഉണ്ണിമായ ജോലിക്ക് പോയി തുടങ്ങിയത്. ഒരാഴ്ച മുമ്പാണ് ആനക്കല്ലിലേക്ക് മടങ്ങിയത്. ഉണ്ണിമായയുടെ സംസ്കാരം വെള്ളിയാഴ്ച വൈകുന്നേരം കൊഴുക്കുള്ളി ശ്മശാനത്തിൽ നടന്നു. ഒരു നിമിഷത്തെ സംശയവും ദേഷ്യവും കൊണ്ട് ഒരു യുവതിയുടെ ജീവൻ കവർന്ന ശിവപ്രസാദ് ഇപ്പോൾ നെടുമ്പുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ്.